പലപ്പോഴായി അവസാനിപ്പിച്ചു എന്ന വാചകത്തിന്റെ ചുവട്ടിൽ ഒരു വരയിട്ടിട്ടുണ്ട്. എന്ന് ഞാൻ തീരുമാനിച്ച ഒരു തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഒറ്റക്കാവുമ്പോൾ ആവർത്തിക്കപ്പെടുന്നു. ന്യൂസ് സൈറ്റുകൾ, ഫേസ്ബുക്കുകൾ നോക്കാൻ നെറ്റ് തുറക്കുകയും പിന്നീട് അശ്ലീലതകൾ കണ്ട് തെറ്റുകളിൽ മുഴുകേണ്ടി വരികയും ചെയ്യുന്നു. ഇതിന് പരിഹാരമുണ്ടോന്നാണ്. ഇതിൽ അവസാനിപ്പിച്ചു എന്ന വാചകത്തിന്റെ അടിയിൽ ഒരു വര വരച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയോ? അവസാനിപ്പിച്ചതാണ് കുറെ പ്രാവശ്യം, പിന്നെ ഇതിങ്ങനെ വരികയാണ്. എന്താ അതിന് പരിഹാരം എന്നാണ്. ഞാൻ 8 പരിഹാരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാം. നിങ്ങളത് കടലാസുള്ള ആൾക്കാർ അത് എഴുതിയും വെക്കുക. ഈ ഒരു ഇതുവരെ പറഞ്ഞതിന്റെ ആകത്തുകയാണത് 8 എണ്ണം. ആ 8 എണ്ണം നിങ്ങൾ കടലാസിൽ എഴുതുമ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷേ എനിക്ക് ഈ ഒരു പരിഹാരം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണേ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ. ഒന്നെന്താണെന്നറിയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ സെഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ട ഡോക്യുമെന്ററിയുടെ ആശയം തന്നെയാണ്. നമ്മൾ ഒറ്റക്ക് കിടക്കുന്ന ഒരു സ്ഥലം അല്ലേ, ഒറ്റക്കാകുന്ന സ്ഥലം, ഒറ്റക്കാവുന്ന സമയം, അതേതാ? മരണമാണ്. അതെപ്പോഴാ സംഭവിക്കുക എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഒന്നാമത് ഇതിനുള്ള പരിഹാരം. അപ്പൊ മരിക്കുന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ നമുക്ക് മാറാൻ പറ്റും. ഏത് ഭൂമിയിൽ എവിടെ വെച്ചാണ് മരിക്കുക എന്ന് ഒരാത്മാവിനും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ചില ആളുകൾക്ക് ആ ചിന്ത കൊണ്ടും ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. അവിടെയാണ് രണ്ടാമത്തെ മാർഗം. മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുകയല്ല, യഥാർത്ഥ ജീവിതം തുടങ്ങുകയാണ് എന്ന് മനസ്സിനെ ശരിക്കും ബോധ്യപ്പെടുത്തുക. മരിച്ചതിന് ശേഷം രണ്ടാമത് ജീവിതമുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ആ ഖുർആനാണ് പറയുന്നത് എന്ത്? സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. നിങ്ങൾ ഇതിനു ശേഷം മരിക്കും, അതിനുശേഷം രണ്ടാമത് ഖിയാമത്ത് നാളിൽ ഉയർത്തി എഴുന്നേൽക്കുക തന്നെ ചെയ്യുന്ന. ഖുർആൻ പറഞ്ഞതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, രണ്ടാമത് നമ്മൾ വരും എന്നുള്ളതും സത്യമാണ്. അതാണ് രണ്ടാമത്. ആ ഒരു ഓർമ്മ ഉണ്ടാവണം. മൂന്നാമത്തത് എന്താ അറിയോ? നാളെ പരലോകത്ത് ഈ തെറ്റുകൾക്കുള്ള ശിക്ഷയുടെ ഗൗരവം നമ്മൾ പഠിക്കണം. അതാണ് മൂന്നാമത്തത്. ഈ തെറ്റുകൾക്കുള്ള ശിക്ഷയുടെ ഗൗരവം നമ്മൾ തിരിച്ചറിയുക എന്ന് തന്നെയാണ്. അതെന്താ? അതാണ് നരകമെന്ന് പറയുന്നത്. തെറ്റുകൾക്ക് കാത്തു നിൽക്കുന്നതാണ് നരകം. അത് നമ്മളങ്ങനെ കാത്തിരിക്കുകയാണ്. അന്നേ ദിവസം അവർ കടന്നെരിയുമെന്നാണ്. അവിടെ ജീവിതവുമില്ല, മരണവുമില്ല. ഈ തൊലി കത്തിക്കരിഞ്ഞാണ് പോവും. അടുത്ത തൊലി ഇങ്ങനെ തരും. 1 ദിവസമല്ല, 2 ദിവസമല്ല. ആലോചിച്ച് നോക്കി, കാലാകാലങ്ങളോളം ആ നരകാഗ്നിയിൽ കടന്ന് എന്തെരിയേണ്ടി വരുന്ന. നാലാമത്തത് എഴുതി വെക്കണം. എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ജീവിതത്തിൽ നിലനിർത്തുക. ദിക്റുല്ലാ എന്ന് സാധാരണ നമ്മൾ പറയും. ഏത് സമയത്തും പടച്ചവനെ കുറിച്ച് ഓർക്കും. അപ്പൊ ഒരു തീരുമാനം നമ്മൾ എടുക്കുക, എന്ത് ചെയ്യുമ്പോഴും ഞാൻ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും. ഇപ്പൊ ഒരു വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞാൻ ബിസ്മി ചൊല്ലിയിട്ട് ഒരു സാധനം രുചിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ, സുഹൃത്തുക്കളെ, മദ്യത്തിന്റെ ഒരു കോപ്പ കയ്യിലെടുത്ത് ചുണ്ടിനോട് വെക്കുമ്പോൾ ബിസ്മി ചൊല്ലി കുടിക്കാൻ കഴിയും? നിങ്ങളെന്നാലോചിച്ചു. കയ്യില അള്ളാനെ ഓർത്ത് അതോടുകൂടി അവിടെ വെക്കുക അല്ലേ? അപ്പൊ ബിസ്മി ചൊല്ലി അള്ളാനെ ഓർത്തുകൊണ്ടേ ഞാനൊരു കാര്യം ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കുക. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുറേ ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും ഉണ്ട്. അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. 5ാമത്തെ കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? നമസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് തൂർ സീനാ മലയിൽ വെച്ച് അള്ളാഹു പറഞ്ഞു, വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ നമസ്കാരം നീ നിലനിർത്തണമെന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു, സുബൈ ജമാഅത്തായിട്ട് ഒരാൾ നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണെന്നാണ്. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മ്ലേച്ഛമായ മോശമായ കാര്യങ്ങളിൽ നിന്നും നമസ്കാരം നിങ്ങൾ. അപ്പോൾ 5ാമത്തെ കാര്യം ഓർത്തു വെക്കുക, നിസ്കാരത്തിൽ ഒരു കണിശത വരുത്തിയാൽ ഒരുപാട് തെറ്റുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിറകോട്ട് പോരാൻ കഴിയും. 5. 6ാമത്തത് എന്താണെന്നറിയോ? 6ാമത്തത്
നന്മ ചെയ്താൽ മാത്രമല്ല കൂലി. ശരിക്കും എല്ലാവരും അടിവരായിട്ട് മനസ്സിലാക്കണം. നന്മ ചെയ്താൽ മാത്രമല്ല പ്രതിഫലം. നമുക്കൊരു തെറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടി. ഒരു പെൺകുട്ടിയോട് വിശദമായി ഒറ്റക്ക് നിന്ന് സംസാരിക്കാനും സല്ലപിക്കുവാനുള്ള ഒരു അവസരം അവൾ മുഖേന തന്നെ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ മദ്യപിക്കുവാൻ, ലഹരി ഉപയോഗിക്കാൻ, ഏറ്റവും നല്ല വിദേശ മദ്യം ഉപയോഗിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. അങ്ങനെ ഒരു സാഹചര്യം കിട്ടി. ഒരു വൃത്തികേട് കാണാൻ വീട്ടിൽ സൗകര്യം കിട്ടി. വാപ്പിയില്ല, ഉമ്മയില്ല, ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. കമ്പ്യൂട്ടറും റെഡിയാണ്, നെറ്റും റെഡിയാണ്. അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോ നമുക്ക് ഈ പറയുന്നത് ഓർമ്മ വരണം. എന്താ? നാളെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗങ്ങളെ പറഞ്ഞപ്പോ അതിൽ 6ാമത്തെ ആളെ പറ്റി പറഞ്ഞത് ആരറിയും? പരലോകത്തെ തണല് കിട്ടുന്ന 6ാമത്തെ ആള് വറജുലുൻ, ഒരു മനുഷ്യനാണ്. നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി വന്ന് ഒരു പുരുഷനെ ഒരു വൃത്തികേടിലേക്ക് വേണ്ടി ക്ഷണിച്ചു, വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചു. ആരും കാണുന്നില്ല, പെൺകുട്ടി ആണിനെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ അവൻ തിരിച്ചു പറഞ്ഞ വാക്കെന്താ അറിയോ? ഇന്നീ അഖാഫുല്ലാഹ്, എനിക്ക് പടച്ചോനെ പേടിയാണ്. ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു മാറി നിന്നു. ആ കാരണം കൊണ്ട് അയാൾക്ക് നാളെ അർശിന്റെ തണലുണ്ട്. എന്താ മനസ്സിലായത്? അയാൾ ഇപ്പൊ എന്താണ് നന്മ ചെയ്തത്? അയാൾ ചെയ്തെന്താ? ഒരു തെറ്റ് ചെയ്യാൻ പൂർണ്ണമായ അവസരം കിട്ടിയിട്ട് അള്ളാനെ പേടിച്ചു കണ്ടായിന്ന് മാറി നിന്നു. ഭാര്യയെ പേടിച്ചല്ല, ഭർത്താവിനെ പേടിച്ചല്ല, വാപ്പയെ പേടിച്ചല്ല, വാർഡനെ പേടിച്ചല്ല, അധ്യാപകനെ പേടിച്ചല്ല, മൗലവിനെ പേടിച്ചല്ല, ഉസ്താദിനെ പേടിച്ചല്ല, മഹല്ല് ബഹിഷ്കരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് പടച്ച തമ്പുരാൻ കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് തെറ്റിൽ നിന്ന് പിറകോട്ട് ആര് മാറി നിന്നോ അവന് നന്മയുണ്ട്, പുണ്യമുണ്ട്, അവനാണ് സ്വർഗം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. തെറ്റിൽ നിന്ന്, തിന്മയിൽ നിന്ന്, ഇച്ഛയിൽ നിന്ന് അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് ആര് മാറിയോ അവന് നാളെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോ 6ാമത്തെ കാര്യം എന്താ? വിട്ടു നിന്നാലും കൂലിയുണ്ട്. അപ്പൊ നിങ്ങൾ ക്യാമ്പസിലേക്ക് ഇനി തിരിച്ചു പോകുമ്പോ, നിങ്ങൾ പഴയ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ അവിടെ തെറ്റുകൾ കാണുമ്പോൾ ഇത് നിങ്ങളെ മനസ്സിലുണ്ടായിങ്ങാണ്ട് അള്ളാഹു കാണും, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യൂല എന്ന് വിചാരിച്ച് നിങ്ങൾ മാറി നിന്ന് നോക്കി, സംഗതി നടക്കും, അതിന് കൂലി കിട്ടും. അപ്പൊ അത് പ്രതിഫലമാണ്. അതാണ് ആ ഒരു വിചാരം നമുക്കുണ്ടായാൽ തെറ്റുകളിൽ നിന്ന് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും. 7ാമത്തത് എന്താണെന്നറിയോ? 7ാമത്തത് തിന്മകളിൽ നിന്ന് തുടക്കത്തിലേ മാറാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ്. പല ആൾക്കാരും ഇപ്പൊ ഒന്നും കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ എന്ന് പറയും. അങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ അറിയോ? പിന്നെ എവിടെ ഇത് അവസാനിക്കുക എന്ന് പറയാൻ കഴിയില്ല. വഴുക്കുന്ന പാറയിലൂടെ നടക്കുമ്പോൾ കാല് തെറ്റിയ എവിടെ പോയി അടിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതേപോലെ ഒരു തെറ്റിലേക്ക് കാലണ്ട് എടുത്തു വെച്ചാൽ, ഒരു പെൺകുട്ടിയുമായി അവിഹിതമായ ബന്ധം തുടങ്ങി വെച്ചാൽ എവിടെ പോയിട്ട് അത് അവസാനിക്കാന്നറിയില്ല. കാരണം എന്താ അറിയോ? അള്ളാഹിനെ മറന്നാൽ പിന്നെ നമുക്ക് ഗൈഡൻസ് നൽകുന്നത് ആരാ? ശൈത്താനാണ്. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും മാറിയാൽ അവനൊരു പിശാചിനെ അള്ളാഹു കൂട്ടുകാരനായി നിശ്ചയിച്ചു കൊടുക്കും. 8ാമത്തെ കാര്യം എന്താ അറിയോ? ഈ ഒരു മാനസികാവസ്ഥ നിലനിൽക്കണമല്ലോ. ഈ നിസ്കാരവും നോമ്പും അതുപോലെ തന്നെ ദിക്റും ദുആയും കാര്യങ്ങളൊക്കെ ഇത് നിലനിൽക്കാനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ മനസ്സിലാക്കിയ കാര്യം ക്യാമ്പസ് പോയിട്ട് വേഗം വേറുള്ളവരോട് പറയാം. എന്താ? ഞാനിങ്ങനെ കാസർഗോഡ് ഒരു പ്രൊഫഷണൽ സമ്മേളനത്തിൽ പോയി ഇന്ന കാര്യങ്ങളൊക്കെ കേട്ടു. അതുകൊണ്ട് ഇതുവരെ ജീവിച്ച പോലെ ജീവിക്കാൻ ഇനി ഞാൻ ഉദ്ദേശിക്കണില്ല. സാധാരണ നമ്മൾ പോകുന്ന കേന്ദ്രങ്ങളിലേക്ക് ഞാൻ ഇനി വരാനില്ല, ഞാൻ മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ആദ്യം നമ്മൾ ഇവിടെ വരാത്ത നമ്മുടെ സുഹൃത്തുക്കളോട് പ്രഖ്യാപിക്കുക. ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് വേഗം വിവരം അറിയിക്കുക. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞല്ലോ. ഇത് ഈ പ്രോഫ്കോണൊന്നും ഇങ്ങനത്തെ ഒരു അവസരത്തിലും അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എപ്പോഴാണ് അള്ളാഹു തിരിച്ചു വിളിക്കുക എന്നൊക്കെ പറയാൻ കഴിയില്ല. ആ തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായി മനസ്സ് മാറ്റുക. ഇനി മനസ്സിന്റെ ഒരു മാറ്റത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇപ്പൊ നിങ്ങളൊരു നീയത്താണ് വെച്ചാല്, നമ്മളെ പടച്ചപ്പോ ഒരു അരമണിക്കൂറിന് ശേഷം മരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചാൽ എന്താ? നമ്മൾ തീരുമാനിച്ച ഒറ്റ കാരണം കൊണ്ട് നമുക്ക് പരലോകത്ത് ഖൈറാണ്, എല്ലാം തിന്മയും ആയിക്കൂലേ. പക്ഷെ തീരുമാനം ആരെടുക്കണം? നമ്മളെടുക്കണ്ടേ? മനസ്സുകൊണ്ട് തീരുമാനിക്കും സുഹൃത്തുക്കളെ.